അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൻ്റെ 18ാമത്തെ ദിനത്തിലാണ് നാം ഉള്ളത്. ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് റമദാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ റമദാൻ നമ്മെ വിട്ട് വിട പറയും. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നമ്മളുടെ ഇബാദത്തുകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ദുആകൾ, നമ്മുടെ ഇസ്തിഗ്ഫാർ, നോയമ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇബാദത്തുകൾ എത്രത്തോളം നമ്മൾ പരിപൂർണമായി നിർവഹിച്ചു, എത്രത്തോളം നമുക്കതിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, പരിപൂർണമായ നിലയിൽ നമുക്കത് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ഒന്ന് ചെറുതായിട്ടൊന്ന് തിരിഞ്ഞു നോക്കണം. കാരണം ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർ, രാവിലെ പണിസ്ഥലത്തേക്ക് പോകുന്ന ആളുകൾ, കച്ചവടത്തിന് പോകുന്ന ആളുകൾ, ഇതര തൊഴിലുകൾക്ക് പോകുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ കാര്യമായ നിലയിൽ ഒരുപക്ഷെ ഈ പറയപ്പെടുന്ന ഇബാദത്തുകളിൽ സജീവമാകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തുതന്നെയായിരുന്നാലും കഴിവിൻ്റെ പരമാവധി കിട്ടുന്ന സമയങ്ങൾ നമ്മൾ ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കുകയും രാത്രി കാലങ്ങളിൽ അധികരിച്ച ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക. സമയങ്ങൾ നമ്മൾ പരമാവധി കണ്ടെത്തിക്കൊണ്ട് പരിശുദ്ധ റമദാനിൻ്റെ ഈ നല്ല സമയങ്ങളെ, ഈ ഓഫറുകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാനിൻ്റെ എല്ലാവിധമായ പുണ്യങ്ങളും കരസ്ഥമാക്കുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു നല്ല തൗഫീക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരസ്പര ബഹുമാനത്തോടും സ്നേഹത്തോടും, പ്രത്യേകിച്ച് ഉസ്താദന്മാരോട് പ്രത്യേകമായ ബഹുമാനത്തോടും സ്നേഹത്തോടും ഇടപെട്ട് മുന്നോട്ട് പോകണം. പല പള്ളിയിലെയും ഉസ്താദന്മാർ നമുക്ക് വേണ്ടി വലിയ ഹിദമത്തുകൾ ചെയ്തുകൊണ്ട് അവർ നമ്മുടെ പള്ളികളിൽ അധികമായ സ്ട്രെയിൻ ചെയ്തുകൊണ്ട് നമ്മളെ ദീനനുസരിച്ച് ജീവിപ്പിക്കുന്നതിനും അതുപോലെ നമ്മുടെ നോമ്പിൻ്റെ സൽക്കർമ്മങ്ങളിലേക്ക് നമുക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുന്നതിനും കാര്യമായിട്ട് അവർ ഉസ്താദന്മാർ നമുക്ക് വേണ്ടി അവരുടെ സമയങ്ങൾ ചെലവഴിക്കുന്നുണ്ട്, അവരുടെ ആരോഗ്യം ചെലവഴിക്കുന്നുണ്ട്. അവരുടെ നല്ല ബഹുമാനമായിട്ട് ഇടപഴകാൻ നമുക്ക് കഴിയണം. ജമാഅത്ത് പരിപാലന കമ്മിറ്റി ആയിരുന്നാലും, പൊതുജനങ്ങളായിരുന്നാലും, ശിഷ്യഗണങ്ങളായിരുന്നാലും ഉസ്താദന്മാരുടെ ശാപം ഏറ്റുവാക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അവരുടെ മനസ്സ് ഒരു കാരണവശാലും നോവിക്കാൻ പാടില്ല. പള്ളി പരിപാലനമാണ് നമ്മൾ നടത്തേണ്ടത്, ഭരണമല്ല. ഏതൊരു കാര്യത്തിനും ഒരു നയമുണ്ട്, ആ നയമനുസരിച്ച് നമ്മൾ പോകണം. ദീനുൽ ഇസ്ലാമിൻ്റെ ഒരു ചര്യയുണ്ട്. അപ്പോൾ ഉസ്താദന്മാരോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പള്ളിയിൽ നോയമ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രവർത്തന ശൈലി എങ്ങനെയാണ്, നമ്മുടെ നാട്ടിൽ എങ്ങനെ ദീനിൻ്റെ ദാപത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തണം, എല്ലാ ജനങ്ങളിലേക്കും പരിശുദ്ധ ദീൻ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള ദീൻ്റെ ദാപത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പരിപൂർണമായി പങ്കാളിത്തം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അത് നമ്മുടെ ജോലിയാക്കി മാറ്റിക്കൊണ്ട് അതിൻ്റെ പരിശ്രമങ്ങൾ കൂടി ഉസ്താദന്മാരുടെ നിർദ്ദേശാനുസരണം ചെയ്യേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഉസ്താദന്മാരെ ചേർത്ത് പിടിക്കുവാൻ കഴിയണം. പരിശുദ്ധ റമദാനാണ്.